അപ്പൊ ഇത് ഇവന്റെ കയ്യേശ്വരമല്ല, പിന്നെ ഇത് ആരായിരിക്കും? പോയാ എന്ത് ജമന്തി? എന്ത്? അല്ല, ഞാൻ ഓടി വന്നപ്പോഴത്തേക്ക് ഏട്ടൻ പോയി. അവര് പോയി. അങ്ങനെ അല്ലല്ലോ. അപ്പൊ അത് എന്ത് പറ്റി? എന്ത്? അതെ, അകത്തെ കൊച്ചിനെ കുളിപ്പിച്ചോണ്ടിരിക്കായിരുന്നു ക്ലീറ്റോ ചേട്ടാ. സാധാരണ നീ ഇതൊക്കെ എടുത്ത് കൊടുത്തിട്ടാണല്ലോ ഈ പോവാറ്. ഹെൽമെറ്റും ഇതൊക്കെ നീ അല്ലേ എടുത്ത് കൊടുക്കുന്നേ? പിന്നെന്താ? അല്ല, അത് എനിക്ക് പണിയുള്ളത് കൊണ്ടാ. അതിനെനിക്ക് സുഖമില്ല. അപ്പൊ ഏട്ടൻ പോയിക്കോളാന്ന് പറഞ്ഞു. ഭർത്താവിനോടുള്ള സ്നേഹം നിനക്കും കുറഞ്ഞോ? അതൊക്കെ ഞാൻ പറയുന്നത്. എന്താ പറ്റിയത്? അല്ല, ഞാനിങ്ങനെ പൊതുവെ ആൾക്കാർ പറയണത് കേട്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് കുറേ വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഭർത്താവിനോട് ഉള്ള സ്നേഹം കുറയും, പിന്നെ സ്നേഹം കുട്ടിയോടാവും, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ടാവുമോ? അങ്ങനെ ഉണ്ടാവുമോ? അങ്ങനെ എങ്ങനെയാ ഉണ്ടാവണത്? കൊച്ചും ഭർത്താവും അല്ലേ, പിന്നെ എങ്ങനെയാ സ്നേഹം കുറയണത്? വീട്ടിൽ ചേട്ടൻ എന്താ പറ്റിയത്? അല്ല, ഈ ഭർത്താക്കന്മാർ എപ്പോഴും ദേഷ്യപ്പെടുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പം അതൊക്കെ പറയുമ്പോൾ ഭാര്യമാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടൂല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എങ്കിലും ഒരു പുതിയ സുഹൃത്ത് പരിചയപ്പെടുമ്പോൾ ആ സുഹൃത്ത് ഒരുപാട് ആശ്വസിപ്പിക്കുകയും ഒരുപാട് പുകഴ്ത്തി പറയുകയൊക്കെ ചെയ്യാറൊക്കെ ഉണ്ടാകുമ്പോഴേക്കും ഈ ഭർത്താവിനോട് ദേഷ്യം അങ്ങനെ വല്ലതും തോന്നുമോ സ്ത്രീകൾക്ക്? അങ്ങനെയൊന്നും തോന്നുന്നില്ല. ചിലപ്പോ ഒരു പണിയില്ലാതിരിക്കുന്ന ഭർത്താക്കന്മാര് ഭാര്യമാരെ ഇങ്ങനെ കുറ്റപ്പെടുത്തത്തില്ലേ? അപ്പൊ ചിലർക്ക് അങ്ങനെ തോന്നുമായിരിക്കും. അങ്ങനെ തോന്നുമോ? ചിലപ്പോ തോന്നുമായിരിക്കും. അതിന് ക്ലീറ്റോ ചേട്ടൻ അതിന് ടെൻഷൻ അടിക്കണത്. ക്ലീറ്റോ ചേട്ടനും ഏട്ടനും ഒക്കെ ഞങ്ങളോട് ഭയങ്കര സ്നേഹല്ലേ. ഇതെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ കാര്യം? എന്താ കാര്യം? എന്താ? ഞാൻ ഒരു പൊതുപ്രവർത്തനല്ലേ, അപ്പൊ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചോദിച്ചു, അല്ലാതെ വേറൊന്നുമില്ല. അപ്പൊ അങ്ങനെ ആയിരിക്കും അല്ലേ? പോട്ടെ, ഞാനേ ബാങ്കിൽ പോണോടി കുടുംബശ്രീയുടെ പൈസ അടയ്ക്കാൻ. നല്ല സാരി. ഇത് ബാങ്കിൽ പോയിട്ട് വേറെ എവിടെയെങ്കിലും പോണുണ്ടോ? ഇല്ല. ഇത് കല്യാണത്തിന് കൊടുക്കാന്ന് പറഞ്ഞ് വാങ്ങിച്ച സാരിയല്ലേ, ഇതൊക്കെ എടുത്തോണ്ട് ബാങ്കിൽ പോണോ? കല്യാണത്തിന് കൊടുക്കാൻ പറ്റിയില്ല, പിന്നെ എനിക്കിനിപ്പോ വേറെ കല്യാണം കഴിക്കാനും പറ്റില്ലല്ലോ. അതുവരെ കാണട്ടെ ക്ലീറ്റ തന്നെ. നന്നായിട്ട് ചേരുന്നുണ്ട്. ബാങ്കിലോട്ടല്ലേ, എല്ലാവരും ഒന്ന് കാണട്ടെ. പോയിട്ട് എത്തേട്ടാ. അയ്യോ, എന്റെ ഫോൺ. ഇല്ല, ഇതിനകത്തുണ്ട്. എങ്ങനെ പോവും? ബസ്സിന്. പോട്ടേട്ടാ. സാരി എടുത്തപ്പോ നല്ല ചെറുപ്പമായിട്ടിരിക്കണം അല്ലേ? രസമുണ്ട്. ക്ലീറ്റോ ചേട്ടാ എവിടെ പോവാ? ഞാൻ ബാങ്ക് വരെ പോയിട്ട് വരാം. അല്ല, പാർട്ടി ഓഫീസ് വരെ പോയിട്ട് വരാം. അല്ലത് ഈ വേഷത്തിലാണോ പോകുന്നത്? ഈ വേഷത്തിൽ പോയാലേ പല കൊള്ളരുതായികളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പാർട്ടി ഓഫീസിൽ ഭയങ്കര അഴിമതി നടക്കും. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കൂടെ നിൽക്കണമാരൊന്നും വിശ്വസിക്കാൻ പറ്റൂലേ, കാലം അതാണേ. ആ പോയ സ്ത്രീയായിട്ട് തനിക്ക് എന്താണ് ബന്ധം? അറിയൂടല്ലേ? അവക്കൊരു ഭർത്താവുണ്ട്, ഒരു കുട്ടിയുണ്ട്. നിനക്ക് എവിടുന്ന് വഴി അറിഞ്ഞൂടാ? എനിക്ക് വഴുതക്കടത്ത് വഴി മാത്രം അറിഞ്ഞാൽ മതി. വഴുതക്കടത്ത് വഴി അറിഞ്ഞൂടാ, നീ വഴി തെറ്റിക്കാൻ നടക്കടാ.
ഈ കുടുംബിനികളായ സ്ത്രീകൾ വഴി തെറ്റിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ഇതൊന്ന് കുടുംബിനികളായ സ്ത്രീകളില്ലേ, പെണ്ണുങ്ങൾ, അവർ വഴി തെറ്റിപ്പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? നിനക്ക് എന്ത് കുഴപ്പമിടാ? എടാ, മര്യാദയ്ക്ക് ലൈനിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ആളല്ലേ ഞാൻ. എന്നെ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞ് ഇവിടെ വരാൻ പറഞ്ഞ് ഞാൻ വന്നപ്പോൾ എന്നോട് ചോദിക്കുകയാണ് കുടുംബിനികളായ സ്ത്രീകൾ വഴിതെറ്റി പോകുന്നത് എന്തുകൊണ്ടെന്ന്. എനിക്ക് ഒരു പ്രസംഗം കൊണ്ടേ വൈകിട്ട് ഒരിടത്ത് പ്രസംഗിക്കാനുണ്ട്. അപ്പോൾ അവിടെ ഇതാണ് വിഷയം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിനക്ക് അറിവുണ്ടല്ലോ, അപ്പോൾ ഒന്ന് ചോദിക്കാമെന്ന് വെച്ചു. അതിൻ്റെ കാരണം എന്തായിരിക്കും? നിനക്ക് തങ്കത്തിനടുത്ത് ചോദിച്ചാൽ സംഘത്തിനടുത്ത് അത് ചോദിക്കാൻ പറ്റില്ല. അവൾ ചിലപ്പോൾ കളിയാക്കുമല്ല. അത് വേണ്ട. കുടുംബിനികളായ സ്ത്രീകൾ വഴിതെറ്റി പോകുന്നത് എന്തെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ്? എനിക്ക് നാളെ ജീവിത സാഹചര്യങ്ങൾ ഒന്നീ ഭർത്താക്കന്മാർ കിഴക്കന്മാരായിരിക്കും, അല്ല അമ്മയുടെ കയ്യിരിപ്പ് കൊണ്ടാവും സംഭവിക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾ ഇങ്ങനെ അവിടുത്തെ സഹവർത്തി കൂട്ടുകാരും ബന്ധങ്ങളും അതൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ നല്ല ഒരു യോഗ്യതയില്ലാത്തതാണെങ്കിൽ ചിലപ്പോൾ വേറെ ആളുകൾ പോകണമെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ അല്ലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഈ സന്തോഷത്തോടെ കുടുംബം ജീവിച്ച് പോണ അതും അങ്ങനെ വഴിതെറ്റണവരാണെങ്കിൽ അതെന്തായിരിക്കും അതിൻ്റെ? അങ്ങനെയാണെങ്കിൽ ഈ പണ്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ കുറേ സാധനങ്ങളൊക്കെ നോട്ട് വയ്ക്കുമല്ലോ. എന്താണ് അങ്ങനെ സമയത്ത് ഒരു ഇംഗ്ലീഷിലൊരു ഫ്രേസ് പറയും എപ്പോഴും ആൾക്കാർ, ഈ വെൻ വിമൻ വിൽ ബി 40 ഷീ വിൽ ബി നോട്ടി. അതായത് 10-40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് സ്ത്രീകൾ കുറച്ച് കുസൃതികൾ കാണിക്കുമെന്നാണ് പറയുന്നത്, നോട്ടികളാവുമെന്നാണ് പറയുന്നത്. ഈ കുസൃതി എന്നൊന്നും പറയാൻ പറ്റില്ല. കത്തെഴുതുക, ഫോൺ വിളിക്കുക, വഴിക്ക് വെച്ച് കാണുക, അതൊക്കെ കുസൃതി എന്ന് എങ്ങനെ പറയും? ഞാനാരും പറഞ്ഞു അല്ല, ഇങ്ങനെയൊക്കെയാണല്ലോ സ്ത്രീകൾ വഴിതെറ്റി പോകുന്നത്. ഇത് ആണുങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത്, മെൻ ആൾസോ അതിൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ അതിനെ കുസൃതി എന്ന് പറയാൻ പറ്റില്ലല്ലോ. നീ ഒന്നുകൂടെ പറഞ്ഞാൽ എന്താണ്? വെൻ വിമൻ വിൽ ബി 40 ഷീ വിൽ ബി നോട്ടി, മെൻ ആൾസോ. ആണുങ്ങളുണ്ട്. 40 വയസ്സാണല്ലേ? 40 വയസ്സിന് മുമ്പ് അങ്ങനെ സംഭവിച്ചാൽ അത് എന്തായിരിക്കും? അത് ജീവിത സാഹചര്യം, അത് ആണുങ്ങളെ കഴിവില്ലായ്മ തന്നെ സംഭവിക്കുന്നത്. അങ്ങനെ 32 ഏയ് ഇവര് ഭ്രാന്താണെന്ന് അറിയാൻ പോയല്ലേ, വെറുതെ ജോലി കൊണ്ട് തന്നെ വിളിച്ചെടുത്തിട്ട് യവൻ ആരും പ്രസംഗിക്കാൻ വിളിച്ചെന്നാണ്. ഞാനിപ്പോ